നമസ്കാരം സേവൂസ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ്. അതുപോലെ തന്നെ കുറച്ച് അധികം പണികളും ഉള്ള ദിവസമാണ്. അപ്പം ഹാപ്പി ആയിട്ടുള്ള കാര്യം ഞാൻ വഴിയെ പറയാം. അപ്പൊ എല്ലാവർക്കും ലൈഫ് ജേണി ഓഫ് മലയാളിയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ വ്ളോഗ് എടുക്കുന്നത് 11:04 ആയപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പെട്ടെന്നാണ് എനിക്ക് ഈ വ്ളോഗും എടുക്കാൻ തോന്നിയത്. അപ്പൊ ഇന്ന് ഭയങ്കര ഹാപ്പി മൂഡിലാണ്. അപ്പോ ഇന്നിപ്പോ ഇവിടെ ആരുമില്ല. മോളെ കിൻഡർ ഗാർഡനിലാക്കി ഹസ്ബൻഡ് ഓഫീസിൽ പോയി. അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല പണിയുണ്ട്. അപ്പൊ ഓടി നടന്ന് പണിയെടുത്താലേ എനിക്ക് ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും തീർത്ത് നാളെ ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരിപ്പ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ലഞ്ചിനും ഡിന്നറിനും വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിപ്പൊക്കെ നല്ലതുപോലെ കഴുകിയിട്ട് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കാൻ വെക്കുകയാണ്. സാധാരണ ഞാൻ എൻ്റെ കുക്കറിലാണ് വെക്കാറ്. അപ്പോൾ എൻ്റെ കുക്കർ അൺഫോർച്ചുനേറ്റ്ലി അത് കേടായി പോയി. അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ ഞാനിപ്പോൾ പരിപ്പ് സെപ്പറേറ്റ് വേവിച്ച് നല്ല ഉടച്ചതിന് ശേഷം മാത്രമേ ഈ കഷ്ണത്തിനകത്തേക്ക് ചേർക്കാറുള്ളൂ. അത് ഇച്ചിരി ഭയങ്കര പാടാണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെന്താ ചെയ്യുക, പിന്നെന്താ പറയുക, അപ്പം ഞാൻ ഇന്നത്തെ ദിവസം ഒരുപാട് ഹെക്ടിക് ആയിട്ടുള്ള പണികളൊന്നും ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് കുട്ടി മിനുക്ക് പണികൾ എന്നൊക്കെ പറയല്ലേ, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വേവുന്ന സമയം കൊണ്ട് എനിക്ക് അടുത്ത പണി ചെയ്യാമല്ലോ. അപ്പം ഇത് കണ്ടു, ഇത് ഇവിടുത്തെ ഫ്രോസൺ ഡ്രം സ്റ്റിക്ക് ആണ്. അപ്പം അത് കഴുകി വരുമ്പോഴത്തേക്ക് നമ്മുടെ സാധാ ഡ്രം സ്റ്റിക്ക് പോലെ ഇരിക്കും. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഒന്നും അല്ല, ഒരു ഡ്രം സ്റ്റിക്ക് ഇട്ടു എന്നുള്ള പേര് മാത്രമേ കിട്ടും. അങ്ങനെ അപ്പം എന്താ പറയുക, അപ്പം അങ്ങനെ എല്ലാം വെന്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് തുണി ഒന്ന് മടക്കാനുണ്ട്. അപ്പം അതിന്റെ കൂടെ ഈ തുണി മടക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ ആദിപുരുഷ സിനിമയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കങ്ങനെ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല, ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ ഈ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ എന്തെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ജോലി ചെയ്യുന്ന ആ ഒരു ഭാരം എനിക്ക് ഒട്ടും തോന്നാറില്ല. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിലും ഹെഡ്സെറ്റിൽ പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ഞാൻ പണിയെടുക്കുക. അതുകൊണ്ട് എനിക്ക് പണി ഇങ്ങനെ ഒരുപാട് ഹെക്ടിക്കായിട്ട് തോന്നാറില്ല. അപ്പം ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് ഒന്ന് പൊടി എടുക്കുകയാണ്. വിന്റർ സമയത്ത് എടുത്തു വെച്ച ജാക്കറ്റൊക്കെ ഞാൻ ഇപ്പോഴാണെന്ന് എടുക്കുന്നത്. അതിൻ്റെ പൊടി അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ എല്ലാം ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ സാമ്പാറിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വേവിച്ച് ഉടച്ച് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം സാമ്പാർ പൊടി ഇട്ടിട്ട് എനിക്കിപ്പോൾ സാമ്പാർ പൊടി ഇല്ലാണ്ട് സാമ്പാർ വെച്ചാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതൊക്കെ ഇനി പതിയെ മാറ്റണം. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ സാമ്പാർ പൊടി ഇട്ടിട്ട് നല്ലോണം എമ്മി സാമ്പാറൊക്കെ വെക്കാണ്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ദോശ ബാറ്റർ കലക്കി വെക്കാൻ പോവാണ്. ഇവിടെ ഇൻസ്റ്റന്റ് ദോശ പൗഡർ കിട്ടും. അപ്പോൾ അത് കലക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ബാറ്റർ റെഡിയാവും. അപ്പോൾ അങ്ങനെ ഈ ദോശമാവ് കലക്കുന്നതിന്റെ കൂടെ തന്നെ ഞാൻ സിനിമയും കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എത്തി വലിയ സിനിമ കാണുന്നുണ്ട്. അപ്പോൾ ഈ പണികളൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ ഇതുപോലെ എന്തെങ്കിലും പാട്ടോ സിനിമയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പണിയെടുക്കുന്ന ആ ഒരു ഫീല് കിട്ടത്തില്ല. ഇത് എന്റെ കാര്യമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പം അറിയാലോ എന്നെ പോലെ ആണോ ബാക്കിയുള്ളവരൊന്ന്. അപ്പൊ ഈ ബാറ്ററി കലക്കി വെച്ചതിന് ശേഷം ഞാൻ ഇനി അടുക്കി പറക്ക് വെക്കുകയാണ്. എല്ലാം ഞാൻ ആ പാതാമ്പുറത്ത് ഫുള്ള് എടുത്ത് വെച്ചേക്കാണ്. അപ്പൊ അതെല്ലാം അതിൻ്റെതായ രീതിയിൽ എടുത്ത്, കാരണം ഇതൊരു കുഞ്ഞ് കിച്ചൺ ഏരിയ ആണ്. അപ്പൊ അതെല്ലാം കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ ഭയങ്കര മെസ്സായിട്ട് തോന്നും. കാരണം ഇവിടെ ഹോളും അടുക്കളയൊക്കെ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഷ് വാഷറിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്ത് മാറ്റി അടുക്കി വെക്കാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയില് എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടിട്ടില്ല. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി. കാരണം ഈ ധൃതി പിടിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മറന്നുപോലോ ക്യാമറ എടുക്കാൻ. അപ്പൊ അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കുഞ്ഞിനെ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴിക്ക് ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സാധനങ്ങളൊക്കെ ഞാൻ എന്റെ സ്റ്റോർ റൂമിൽ വെക്കുകയാണ്. അപ്പൊ ഇതാണ് എന്റെ കുഞ്ഞു സ്റ്റോർ റൂം. അപ്പോൾ ഉള്ള സ്ഥലത്ത് എന്റേതായ രീതിയിൽ എല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഒരുപാട് ലാഗ് എടുപ്പിക്കുന്നില്ല. ഞാൻ ഇത്ര നേരമായിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഇനി അടുത്ത് എന്താ കാര്യം എന്ന് പറയാൻ പോവാം. അത്യാവശ്യം എന്റെ എല്ലാ പണികളും ഞാൻ തീർത്തിട്ടുണ്ട്. അപ്പൊ ഇനി അല്ലറ ചില്ലറ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഈവനിങ് തീർക്കാനുള്ളതേ ഉള്ളൂ.
അപ്പോ ഞാൻ ഇതുവരെയും പറഞ്ഞില്ല എന്താണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. ഞാൻ മാത്രമല്ല, മോളും ഹസ്ബൻഡും ഒക്കെ ഭയങ്കര എക്സൈറ്റഡുമാണ്, അതുപോലെ കുറച്ച് ടെൻഷനിലുമാണ്. അപ്പം ആ കാര്യം പറയാം എന്താ സംഭവം. അപ്പം ഹസ്ബൻഡിന്റെ അമ്മയും അച്ഛനും നാളെ വരാൻ പോവാണ് വിസിറ്റിംഗ് വിസയ്ക്ക്. 2 മാസം ഇവിടെ കാണും. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന്, ഞങ്ങളുടെ പാരന്റ്സിനെ കൊണ്ടുവരണമെന്ന്. അപ്പൊ ആദ്യത്തെ പടിയായിട്ട് എന്തായാലും ഹസ്ബൻഡിന്റെ പാരന്റ്സ് നാളെ മോർണിംഗ് ഫ്ലൈറ്റിൽ ഇവിടെ എത്തും. അപ്പൊ ആ ഭയങ്കര സന്തോഷം, പറഞ്ഞിരിക്കാൻ പറ്റാത്ത സന്തോഷം. വരുമ്പോ അതിന്റേതായ ഒരു ത്രില്ലും ഒരു ഇതും ഇല്ലേ, അപ്പൊ ആ ഒരു ഫീലിലാണ് ഇരിക്കുന്നത്. അതുപോലെ ടെൻഷനും ഉണ്ട്. അവര് രണ്ടുപേരും ഒറ്റയ്ക്കാണ് വരുന്നത്, അതിന്റെ ചെറിയ ടെൻഷനുണ്ട്. പക്ഷെ ഫിംഗർ ക്രോസ്ഡ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവരിങ്ങെത്തും. അപ്പൊ ഇനി ഒരുപാട് ഞാൻ എന്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ കുത്തിക്കയറ്റി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയില് ഇനി പാരന്റ്സിനെ കൂട്ടി വരാം. അപ്പൊ അതുവരേക്കും ബൈ. അപ്പൊ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.